പത്തനംതിട്ട കലഞ്ഞൂരിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശിവപ്രസാദ് കസ്റ്റഡിയിൽ. കുമ്പഴയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതക കാരണം. കഞ്ചോട് സ്വദേശി മനു ആണ് മരിച്ചത്. ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ആ സമയത്തുണ്ടായ ഒരു പ്രകോപനത്തിന് മേൽ ഉണ്ടായ ഒരു കൊലപാതകമാണ്. ഒരാൾ മരിക്കുകയും ചെയ്തു. ഇയാൾ എവിടുന്നാണ് കസ്റ്റഡിയിലായത്? ഇനി എങ്ങനെയാണ് പോലീസ് നടപടികൾ? തീർച്ചയായും സേതു, നിലവിൽ ഇയാളെ കുമ്പഴയിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇയാളെ റിമാൻഡ് ചെയ്യും. ഇന്നലെ 3 മണിയോടുകൂടിയായിരുന്നു, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. ഈ പ്രതിയായ ശിവപ്രസാദിൻ്റെ വീട്ടിലേക്ക് മനുവിനെ വർക്ക്ഷോപ്പ് പണിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. ശേഷം ഇവർ പണി കഴിഞ്ഞ ശേഷം ഇവർ ഒരുമിച്ചിരുന്നു മദ്യപിച്ചു. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ ഈ ശിവപ്രസാദിനെ മനു ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഈ മനുവിനെ ചവിട്ടി വീഴ്ത്തിയ ശിവപ്രസാദ് ഈ വീഴ്ചയിലാണ് മനുവിൻ്റെ തലയടിക്കുന്നത്. ഇങ്ങനെ തലയടിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഉടൻ തന്നെ ഈ ശിവപ്രസാദ് മറ്റുള്ളവരെ എല്ലാവരും തന്നെ വിവരമറിയിക്കുകയും പഞ്ചായത്ത് മെമ്പറെ അടക്കം വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് മനുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. ഇതോടെ ശിവപ്രസാദ് ഒളിവിൽ പോവുകയായിരുന്നു വെളുപ്പിനെ തന്നെ. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുമ്പഴയിൽ നിന്നുമാണ് ശിവപ്രസാദിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നുമാണ് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാൾ നിലവിൽ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് കേസിൽ ഒരാൾ മാത്രമാണ് പ്രതിയെന്നാണ് പറയുന്നത്. മറ്റ് മുൻവൈരാഗ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർ ചെറുപ്പകാലം മുതൽ 7ാം ക്ലാസ് മുതൽ തന്നെ ഇവർ ഒരുമിച്ച് പഠിച്ച വ്യക്തികളാണ്, സഹപാഠികളായിരുന്നു. ഏറെക്കാലമായി സൗഹൃദമുണ്ടായിരുന്ന ആളുകളായിരുന്നു. കേവലം മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യും. സേതു. ശരി ശ്രീരാജ്.